അത് ജീവൻ തന്നെയായിരിക്കും. നമുക്ക് പാടത്തൊന്ന് പോയി നോക്കിയാലോ? അത് വേണം. അവിടെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനും കൂടെ വരാം. വേണ്ട സാർ, ഇവിടെ ഇരുന്നോ, ഞങ്ങളിപ്പോ തിരിച്ചു വരാം. വേഗം വാ. ഹരി, കഴിഞ്ഞ ദിവസം പണിയെടുക്കുന്ന ചേച്ചിമാര് പറഞ്ഞില്ലേ, ചില ആളുകള് കള്ളുകുടിച്ച് പാടത്ത് വന്ന് കിടക്കാറുണ്ടെന്ന്. ഇനി അങ്ങനെ വല്ലവരും ആയിരിക്കോ? ഇവിടുത്തെ സമീപവാസികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെയൊക്കെ ഭാർഗവൻ സാറ് നന്നായിട്ട് അറിയാമല്ലോ. മാത്രമല്ല, പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? പക ഒടുങ്ങിയിട്ടില്ല, അതിന്റെ ലക്ഷണം ഈ വരവ്. ഹരി, അത് നോക്കിയേ. നീ നട്ടതൊക്കെ ഒരിക്കൽ ഞാൻ പറിച്ചെടുക്കും, വേരോടെ. എന്നാ ഇനി സംശയമൊന്നും വേണ്ട, ജീവൻ തന്നെയാ. പറയാനുള്ളതൊക്കെ ഒറ്റ വാചകത്തിലുണ്ട്. എന്ന് പറഞ്ഞ ഇന്നലത്തെ മടക്കം ഒന്നും അവസാനിപ്പിക്കുന്നില്ല. നമ്മളോടുള്ള കണക്കുകൾ തുടങ്ങുക. ഹരി, ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് എങ്ങനെയാ ജീവിക്കുന്നത്? പേടിക്കാതെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ്റും, പറ്റണം. നിത്യ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറില്ലേ? ആ രാത്രി ഓരോ വീട്ടിലും കിടന്നുറങ്ങുന്നവര് അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവര് ശാന്തമായിട്ട് ഉറങ്ങും. പൊട്ടി ഒലിച്ചു വരുന്ന വെള്ളവും പാറക്കെട്ടുകളും അവരെ എടുത്തുകൊണ്ടങ്ങ് പോവും. അതുപോലെ അങ്ങ് ചിന്തിച്ചാൽ മതി. ദുരന്തങ്ങളൊന്നും നമ്മൾ കാത്തിരിക്കരുത്. അത് വരുമ്പം വരട്ടെ. ജീവന് പകയില്ലാതിരിക്കാന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു മണ്ടൻ സ്വപ്നം മാത്രമാണ്. അയാള് വരട്ടെ. ഏത് രീതിയിൽ വേണമെങ്കിലും വരട്ടെ. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. താൻ കുറച്ച് ധൈര്യം കാണിച്ചാൽ മതി. ഞാൻ ധൈര്യം കാണിക്കും, എനിക്ക് പേടിയില്ല. ഹരിക്ക് വേണ്ടി. ഞാൻ അയാളെ പേടിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിയ അയാൾ ജയിച്ചു എന്നായിരിക്കും അയാൾ മനസ്സിലാക്കുക. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഹരിയാണ് ജയിക്കാനുള്ളത്. പക്ഷെ അവനറിയില്ല മണ്ണിൽ പണിയെടുക്കുന്നവന്റെ യഥാർത്ഥ സ്വഭാവം.